എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വിഷുവൊക്കെ ആയി, വിഷുവൊക്കെ അടുത്ത് വന്നു. ഇനി വിഷുവിനുള്ള ഒരുക്കത്തിലൊക്കെയാണ് നമ്മൾ. വിഷുവിന് എന്താ പറയുക, കണി വെക്കണം, വിഷുക്കട്ട ഉണ്ടാക്കണം, പിന്നെ നല്ല നല്ല കിടിലൻ കറികൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇനി വന്ന് നോക്കുന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ എന്താ പറയുക വിഷു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷുവൊക്കെ എന്തായി, നിങ്ങളുടെ വിഷുവിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി വായിക്കാം, എനിക്കും അറിയാം. അപ്പോൾ വിഷുവിന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നല്ല നാട്ടുമാങ്ങയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടുമാങ്ങ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴുത്ത മാങ്ങ ഏതാണോ കിട്ടുക അതിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. മാമ്പഴ പുളിശ്ശേരി ഇല്ലാത്ത വിഷു ഇല്ല നമുക്ക്, കാരണം മാമ്പഴക്കാലമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വിഷുവിന് നമ്മൾ മാമ്പഴം വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കിയെടുക്കും. അത് നമ്മളിങ്ങനെ പരമ്പരാഗതമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എന്നുള്ളത്. തൃശ്ശൂരുകാർക്ക് സ്പെഷ്യലാണ്, കാരണം വിഷുക്കട്ടയുടെ ഒപ്പം കുറച്ച് പേരങ്ങളൊക്കെ ഒഴിച്ച് കറി ആയിട്ട് ഉപയോഗിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ നമ്മുടേതായ രീതിയിൽ, പലരും പല രീതിയിലും നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ശ്രീ ഉണ്ടാക്കുമ്പോൾ ശ്രീയുടെ സിഗ്നിഫിക്കൻസും സിഗ്നേച്ചറൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ. അപ്പോൾ ശ്രീ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനേക്കാളും മുമ്പ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും എന്താ പറയുക എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഒരു വിഷു ഞാൻ മുമ്പേ തന്നെ അഡ്വാൻസ് ആയിട്ട് നേരെയാണ്. ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ ആശംസകൾ ആദ്യം ശ്രീയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ നമുക്ക് നമ്മുടെ അംഗം തുടങ്ങാം. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് തന്നെ കാണുന്നുണ്ടല്ലേ, പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വിഷുവിന് വിഷുക്കട്ട കഴിക്കണോടൊപ്പം തന്നെ വീട്ടിലെല്ലാവരും കഴിക്കണ ഒരു സംഭവമാണ് ഈ മാമ്പഴ പുളിശ്ശേരി എന്നുള്ളത്, വിഷുക്കട്ടയുടെ ഒപ്പം തന്നെ. അപ്പോൾ വിഷുക്കട്ടയുടെ റെസിപ്പി പിന്നാലെ വരും. അതിനേക്കാളും മുമ്പ് ഞാൻ വിചാരിച്ചു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി വയ്ക്കാമെന്ന്. കാരണം നമ്മളിപ്പോൾ മാമ്പഴ പുളിശ്ശേരി തലേദിവസമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. നല്ല മാങ്ങയിലൊക്കെ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ നമ്മൾ വിഷുവിന് മിക്കതും വീട്ടിൽ എന്താ പറയുക ഗസ്റ്റുകളൊക്കെ വരുന്നേക്കാളും മുന്നേ പണികളൊക്കെ തീർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കേടാവാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ പുളിഞ്ചീര റെസിപ്പിയും കായുപ്പേരി റെസിപ്പിയൊക്കെ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അഥവാ വിഷുവിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് മാമ്പഴം, ഇതാണ് നമ്മുടെ നാട്ടുമാങ്ങ എന്ന് പറയുന്ന മാമ്പഴമാണ്. വളരെ ചെറുതാണ്, കുഞ്ഞിതാണ്. പക്ഷേ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ മണമാണ് ആദ്യം വരിക. അത്രയും സ്മെല്ലാണ് മാങ്ങയുടെ മണം പഴുത്ത് കഴിഞ്ഞാട്ടോ. പിന്നെ ഇത് അപാര മധുരവും. അപ്പോൾ അതിനേക്കാളും മുമ്പ് മാങ്ങ തൊണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഇത് മാങ്ങ, പിന്നെ ഇതാ ഒരു രണ്ട് ബെല്ലം ശർക്കര എന്ന് പറയില്ലേ, 2 അച്ച് അത്. ഇത് താളിക്കാൻ വേണ്ട സാധനങ്ങളാണ് വേപ്പിൻ്റെ ഇല, പിന്നെ വറ്റൽമുളക്, കടുക്, ഉലുവ. ഇത്രയും സാധനങ്ങൾ നമ്മൾ മാങ്ങ വേവിക്കുമ്പോൾ ഇടും. പച്ചമുളക്, നാടൻ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നാടൻ പച്ചമുളക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ കിഴക്കൻ മുളക് എടുക്കാം കേട്ടോ. അത് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഓപ്ഷണലാണ്. കുറേ ആൾക്കാരൊന്നും ഇഞ്ചി ഉപയോഗിക്കില്ല, പക്ഷേ ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറയുക. തൈര് ഒഴിക്കണേലൊക്കെ ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അത്ര. അധികമായി അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കുറച്ച് മതി. നല്ല ഇഞ്ചി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റേ വരില്ല. കുരുമുളക് പൊടി നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തരി ഇങ്ങനെ നിന്നിട്ട് പുളിശ്ശേരിക്ക് ഒരു എന്താ പറയുക ബ്ലാക്ക് കളർ വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ ഉലുവേര പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കടയിൽ നിന്ന് പൊടിക്കണ ഉലുവേര പൊടിയാണ്. കറിവേപ്പിൻ്റെ ഇല, കല്ലുപ്പ്, പൊടിപ്പോയാലും കുഴപ്പമില്ല. ഒരു 2 നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിൽ, അതായത് മാങ്ങ ആദ്യം വേവിക്കാൻ വെക്കില്ലേ, അപ്പോൾ അതിലിട്ട് വേവിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കുറച്ച് നെയ്യുണ്ട്, അതവളെ ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല പുളിയുള്ള തൈര്. ഇതൊരു 3/4 പാത്രം ഉണ്ട്. നമ്മുടെ ഈ വലിയ ബൗളില്ലേ അതിലൊരു 3/4 പാത്രം ഉണ്ട്. 450 ml കേട്ടോ അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പണി ഇത്തിരി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങൾ ഒരുമിച്ചിട്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ ചുവന്നുള്ളി ഒരു കുഞ്ഞ് അര ടീസ്പൂണേ ഉള്ളൂ. മുളക് പൊടി, അതൊരു നല്ല കളറ് നമ്മുടെ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഞാനൊരു കുഞ്ഞ് പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്.
മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു നല്ല ജീരകമല്ലേ, പെരുംജീരകമല്ല, നല്ല ജീരകം ഒരു കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ അധികം എന്താ പറയുക, എനിക്കങ്ങനെ വലിയ ഫ്ലേവേഴ്സ് മുന്തി നിൽക്കുന്നത് ഇഷ്ടമില്ല. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക, നല്ല മധുരവും എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കണം. 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി കുറച്ച് വലുതാണ് കേട്ടോ, കണ്ടോ. മൊത്തം കൂടി നമ്മൾ അരച്ചെടുക്കും. മാങ്ങയുടെ തൊലി കളയാനായിട്ട് ഇതിങ്ങനെ ചെത്തുക, ഇതിങ്ങനെ വലിക്കുക, കണ്ടോ. വളരെ സിമ്പിളാണ് കണ്ടോ. ഈ മാങ്ങയാണ് സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ ഉപയോഗിക്കുക. പക്ഷെ ഇത് കിട്ടിയില്ല, നല്ല പഴുത്ത മാങ്ങ ഏത് കിട്ടിയാലും മാമ്പഴ പുളിശ്ശേരി വെക്കാം. പക്ഷെ ഈ ഒരു സ്മെല്ലും ടേസ്റ്റും ഓരോ മാങ്ങ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഓരോ മാങ്ങയുടെ സ്മെല്ലും ടേസ്റ്റും അല്ലേ വരിക. അങ്ങനെയല്ല നമ്മളിങ്ങനെ കളഞ്ഞെടുക്കുക. ഇതിങ്ങനെ നടുങ്ങനെ കീറിയാലും നല്ല എളുപ്പമുണ്ടാവും, പെട്ടെന്ന് പോരും. മറ്റേ വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി ചെത്തി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ മാങ്ങയ്ക്ക് നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഈ ശർക്കര ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പം തന്നെ ചേർക്കുകയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാമ്പഴ പുളിശ്ശേരി അത്യാവശ്യം നല്ല മധുരത്തിലിരിക്കണം, അത് കാരണം കൊണ്ട് ഇതിന് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഈ പൊടികളുണ്ടല്ലോ, മുമ്പ് ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്നു, അതിങ്ങനെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, വേപ്പിൻ്റെ ഇല, ഉലുവപ്പൊടി, ഉപ്പ് ഒക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് മുങ്ങി കിടക്കാവുന്ന രീതിയിലും, പിന്നെ അത്യാവശ്യം മാങ്ങ ഒന്ന് വെന്ത് എന്താ പറയുക നന്നായിട്ട് തന്നെ കുഴാന്നാവില്ലേ, ആ ഒരു രീതിയിലും ആവണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുങ്ങി കിടക്കാനുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പുളിശ്ശേരിക്കും മുരുകറിക്കൊക്കെ നമ്മൾ അരയ്ക്കുക എന്ന് പറയുമ്പോൾ അരവ് വളരെ പ്രാധാന്യമാണ്. നല്ല പേസ്റ്റ് പോലെ നല്ല നൈസായിട്ട് തരിമ്പായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇതിങ്ങനെ അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കുക, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഞാനപ്പോൾ ഇത് 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തേങ്ങയായിരുന്നു, അതിൻ്റെ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 20 കുഞ്ഞ് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തേങ്ങയുടെ അളവ് എടുക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുക, ചാറ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് തേങ്ങ എടുക്കുക. നല്ല കട്ടിയായിട്ടിരിക്കണം. ഞാൻ നല്ല കട്ടിയിലാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. സാധാരണ ചൂടുവെള്ളം ഒഴിച്ചാണ് അടിച്ചെടുക്കാറ്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മൾ നാളികേരം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ തൈര് മിക്സിയിൽ അടിക്കാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ തൈര് മിക്സിയിൽ അടിക്കണില്ല, കാരണം എനിക്ക് നല്ല കട്ടയായിട്ട് കിട്ടണം. അപ്പോൾ കട്ടകളില്ലാത്ത കാരണമാണ് ഞാൻ മിക്സിയിൽ അടിക്കാത്തത്. അഥവാ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ കട്ടകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. തിളക്കണുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് തിക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ മാങ്ങ അടിയിൽ പിടിക്കും. മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അധികം ഞാൻ ഉടയാൻ വെയിറ്റ് ചെയ്യണില്ല, മാംസം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ അധികം അങ്ങനെ വെന്തോടയാൻ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ച് വെക്കാം കേട്ടോ. നമുക്ക് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടി വരുന്നു. ഇനി നമ്മൾ ഒഴിക്കാൻ പോണത് നല്ല കട്ടി തൈരല്ലേ. ഇതൊന്ന് നമ്മൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കാം. ചിലവർ പറയാറുണ്ട് തിളപ്പിക്കാൻ പാടില്ല പിരിയുന്നൊക്കെ, പക്ഷെ ഞാൻ തിളപ്പിക്കാറുണ്ട് കേട്ടോ, പിരിയാറുമില്ല. അപ്പം നിങ്ങൾ നല്ല തേങ്ങയാണെങ്കിൽ, നല്ല എന്താ പറയുക ഇളം തേങ്ങയൊക്കെ ആണെങ്കിൽ പിരിയേയില്ല. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അപ്പോൾ പിരിയേയില്ല. തീ നല്ല ഹൈ ഫ്ലെയിമിലാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല മധുരമുണ്ട്, നാളമുളകിൻ്റെ നല്ല എരിവുണ്ട്, കുരുമുളകിൻ്റെ കുരുമുളകിൻ്റെ ആ ഫ്ലേവർ വരുന്നുണ്ട്. ഉപ്പ് ഒരു പൊടിക്ക് കുറവാണ്, തൈര് ഒഴിക്കുമ്പോൾ ഒന്നും കൂടി കുറയും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ പച്ച കുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ തൈര് ഞാൻ അടിച്ചിട്ടില്ലാന്ന്. തൈര് ഞാൻ അടിക്കാത്ത തൈരാണ്, കാരണം ഇതിലൊട്ടും കട്ടയില്ല. നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും, കണ്ടോ. പുളിയുള്ള മോരുമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് തലേദിവസം വൈകുന്നേരം നമ്മൾ അടച്ച് വയ്ക്കുക, പൊട്ടിച്ച് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ കാലത്ത് എനിക്കുമ്പോഴേക്കും നല്ലൊരു പുളി വരും. ഇനി അധികം നമ്മൾ എന്താ പറയുക വലിയ കാര്യമായിട്ട് തിളപ്പിക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് ഇളക്കി ചൂടാക്കാം. പുളി ഉണ്ടോ എന്ന് നോക്കുക.
പുളി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത്തിരി കൂടി തൈര് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യത്തിന് പുളിയുണ്ട്. അപ്പോൾ തൈരിന് ഒരു കുത്തുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി നേരം ഇങ്ങനെ ചൂടിൽ ഇങ്ങനെ ഇളച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ച സ്ഥിതിക്ക് ഇനി അധികം നേരം തിളപ്പിക്കാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു സംഭവം ബാക്കി വെച്ചാൽ എന്താണെന്നല്ലേ, നമ്മുടെ നെയ്യ്, ആ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. മുളകുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മുളക് കുറവുണ്ടെങ്കിൽ ഒരു മുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കുക. എന്നിട്ട് നമുക്കിതിലേക്കിനി താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് മുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിനി ഒരു ഇല വെട്ടി ഇങ്ങനെ മൂടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. എന്താ പറയുക, ഇലയിലത്തെ ആ സ്മെല്ലും കാര്യങ്ങളും കൂടിയൊക്കെ അങ്ങോട്ട് വരുമ്പോഴേക്കും സൂപ്പറാവും. അപ്പോൾ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല ഒത്തൻറ്റിക് റെസിപ്പിയാണ്, വളരെ നാടനാണ്, വളരെ ടേസ്റ്റാണ്. ഇപ്രാവശ്യം എന്തായാലും മാമ്പഴ പുളിശ്ശേരി ഇല്ലാത്ത വിഷു ആവരുത്. നിങ്ങൾ എവിടുന്നെങ്കിലും മാങ്ങയൊക്കെ ഒപ്പിച്ച്, നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല മാങ്ങ കിട്ടാനായിട്ട്. പുറത്തുള്ളവർക്കും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ അല്ലാത്തത് എന്താണല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. നല്ല കിടിലൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വിഭവമായിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.